ഗുണാക്കേവിൽ ഉണ്ടായ അപകടം അല്ലാതെ അതിനു മുമ്പും നിങ്ങളുടെ സൗഹൃദത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണകുമാർ എന്ന ഒരു സ്നേഹിതനാണ്. അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഏതാണത്? അതെവിടെയായിരുന്നു? ഞങ്ങളുടെ വീടുകളെല്ലാം പുഴ ഏകദേശം പുഴ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിലെ എല്ലാവരും ഒരു ഹോബി എന്ന് പറഞ്ഞാൽ നീന്തലാണ്. ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന എല്ലാം പുഴയിലോട്ട് പോക്കാണ്. എല്ലാവർക്കും നീന്തറിയാം? എല്ലാവർക്കും നീന്തൽ അറിയാം. അപ്പൊ പുഴയിൽ പോയി പുഴയിലാണ് നീന്തുന്നു സാറിന് മഞ്ഞുമൽ? പെരിയാറിന്റെ തീരത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടുകളൊക്കെ. അപ്പൊ ഒഴിവ് സമയങ്ങളെല്ലാം പുഴയിലാണ്. പണ്ടത്തെ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കുട്ടികളായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പൊ കളിക്കലും കാര്യങ്ങളും അത് കഴിഞ്ഞ് നേരെ പുഴയിലോട്ടാ പോണത്. അന്ന് ഒരു എനിക്കൊരു 10-17 പ്ലസ് 2 പഠിക്കുന്ന ടൈം. അപ്പൊ ഞങ്ങളുടെ സുഹൃത്ത് കൃഷ്ണകുമാർ ഉണ്ട്. അതുപോലെ ഞങ്ങൾ എല്ലാവരും പുഴ അക്കരെ നീന്തി തിരിച്ചു പോകാനാണ്. അപ്പൊ കൃഷ്ണകുമാർ ഞങ്ങളുടെ ഒപ്പം തന്നെ നീന്തിയാർന്നു. നീന്തി അപ്പുറത്തെത്തിയപ്പോഴും കൃഷ്ണകുമാറിന് ഒരു ചെറിയ തളർച്ച. അപ്പൊ കുഴപ്പം എങ്ങനെയാന്ന് വെച്ചപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം നീന്തി ഇങ്ങനെ പോകുന്നു. എന്റെ പുറകെയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത്. അതിന്റെ പുറകെ സുധീഷ് അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞാൻ നീന്തി ഇക്കരെ കിടന്നായിരുന്നു. ഇപ്പൊ കൃഷ്ണകുമാർ നീന്തി കുറച്ച് കഴിഞ്ഞപ്പോ കൃഷ്ണകുമാർ പെട്ടെന്നാണ് തളർന്നുപോയി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സുധീഷ് ഒരു കുറച്ച് ഇങ്ങനെ പിടിച്ച് കയറ്റി കുറച്ച് കൊണ്ടുവന്ന്. അപ്പൊ അവനും പറ്റാത്തൊരവസ്ഥ വന്ന് തിരിച്ച് ഞാൻ നീന്തി. അപ്പൊ ഞാനും സുധീഷും കൂടി അവനെ രക്ഷിച്ച് കൊണ്ടുവരണ ചെയ്തത്. അങ്ങനെ ഒരു കണക്കിന് അവനെ രക്ഷിച്ച്. ഇത് ഈ സംഭവം ഉണ്ടാകുന്നതിന് എത്ര വർഷം മുമ്പാ? ഇത് കുറെ കാലത്തിന് മുമ്പോ അല്ലേ? അതിന് കുറെ കാലത്ത് മുമ്പാണ്. അപ്പൊ നമുക്ക് കുറെ സംഭവം ഉണ്ട് നമ്മുടെ ഡയറിയിൽ. റെഡി. അപ്പൊ എന്തായാലും രക്ഷകന്റെ വേഷത്തിലാ സിജു ഡേവിഡ് മുന്നോട്ട് വന്നിട്ട് തീരുമാനിച്ചാണോ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു? അതോ ഇവര് പറഞ്ഞാണ് സിജു നിനക്ക് ശ്രമിച്ചൂടെ അങ്ങനെ പറഞ്ഞാണോ? ഇല്ല, ആരും പറഞ്ഞല്ല. തന്നെ ഒരു തോന്നിയതാണ് എനിക്ക് ഞാൻ ഇറങ്ങിക്കോളാന്നുള്ളത്. ആ ടൈമിന്റെ ഒരു ഇതില് പറഞ്ഞപ്പോ കൂട്ടുകാര് അവരും കട്ടൊക്കെ സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവരിറങ്ങാന്നുള്ള ഒരു എന്താ രീതിയിലായിരുന്നു. അല്ലാതെ സിജുവിനെ ഇറക്കാന്നുള്ളതല്ല. ആരെങ്കിലും ഇറങ്ങും, എന്തായാലും ഇറങ്ങും. ഒരാളല്ലെങ്കിൽ വേറെ ഇറങ്ങും. അപ്പൊ നിങ്ങൾ ഈ റോപ്പ് ഉണ്ടായിരുന്നു? കയറ് ഫയർഫോഴ്സ് റോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ റോപ്പ് മേത്ത് കെട്ടിയിട്ട് അങ്ങനെ ഇറങ്ങണത്. പിന്നെ കഴുത്തിൽ ഒരു ടോർച്ചും കെട്ടി തൂക്കിട്ട് തന്നായിരുന്നു. ആ ഒരു ഇതിലാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോ എന്തുവായിരുന്നു എക്സ്പീരിയൻസ്? കാരണം എനിക്ക് തോന്നുന്നത് സുഭാഷ് ഇറങ്ങുമല്ലോ, വീണ് താഴെ പോകില്ലേ, മൂവ്മെന്റിൽ അങ്ങ് പോവല്ലേ. അതേസമയം താങ്കൾ പോകുന്ന അങ്ങനെയല്ലല്ലോ അല്ലേ? ഞാൻ എന്റെ മേത്ത് കയറി കെട്ടിയിട്ട് ഞാൻ ഇറങ്ങിയാണ് കുറച്ച് ഇറങ്ങണേ. ഇറങ്ങി കുറച്ച് ചെല്ലും പിന്നെ വിളിക്കും. ഇവന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി വരുന്നതായിട്ട് അറിയായിരുന്നു. അത് മാത്രം കേൾക്കുന്നുണ്ട്. ഓക്കെ. അല്ല, എന്നിട്ട് ഇത് ഈ സിക്സാഗ് ആയതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. മാത്രമല്ല കയറും പിന്നെ തിരിച്ചു പിടിച്ച് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുകളിൽ നിന്ന് വലിച്ച ആ ലോഡ് കിട്ടൂല. കാരണം എവിടെയെങ്കിലും പാറമേൽ ഉടക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇറങ്ങി കുറച്ച് ചെല്ലുമ്പോ വിളിക്കുമ്പോഴും ഇവനെ സൗണ്ട് കേൾക്കണ്ട്, കാണില്ല. പിന്നെ ഇറങ്ങും, പിന്നെയും ഇത് പറഞ്ഞ് വിളിക്കുമ്പോ ഇവനെ കാണില്ല. പുള്ളിയിൽ ചെറിയൊരു ഭയം വന്ന് പിന്നെ കുറച്ച് ചെറിയൊരു ഭയം വന്നായിരുന്നു. പിന്നെയും കുറെ ഇറങ്ങി ചെന്നപ്പോ സാധനം മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് കയറ് തീർന്നു പറഞ്ഞു. കയറ് തീർന്നു പോയി പറഞ്ഞു. ഇനി പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ കടന്നോ, കയറിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നേരം പിന്നെ അവിടെ കിടന്നിട്ടുണ്ടായി. പിന്നെ കയറ് പോയി എടുത്തുകൊണ്ട് വന്ന് കൂട്ടി കെട്ടിയിട്ടാണ് വീണ്ടും ഇറങ്ങണത്. അപ്പൊ ഒരു 50 അടി നിൽക്കുമായിരുന്നു. 50 അടി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും കയറ് കൂട്ടി കെട്ടി വീണ്ടും ഇറങ്ങിയായിരുന്നു. ഈ കയറ് തീർന്നു എന്ന് പറഞ്ഞ സിജുവിന്റെ ഒരു മാനസികാവസ്ഥ എന്തുവായിരുന്നു? കയറ് തീർന്നെന്ന് പറയുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു ടോർച്ച് കയ്യിലെടുക്കണത്. ഞാൻ ഒന്ന് അടിച്ചു നോക്കണത്. അടിച്ചു നോക്കുമ്പോ കാണുന്നത് വൗവലിലേക്കാണ്. ഒന്നും കാണുന്നില്ല. ആകെ വന്ന സൈഡിലോട്ട് നോക്കുമ്പോൾ വലിപ്പമുണ്ടോ? നമ്മൾ ഈ അടിച്ചു നോക്കിയ സ്ഥലത്ത് ഒരു വലിപ്പം ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ വരുമ്പോ വലിപ്പം ഉണ്ടാവും. അപ്പൊ ആ സ്ഥലത്ത് കൂടി ചിലപ്പോ ആദ്യമൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ വിള്ളല് അതിന്റെ പുറത്തോട്ട് ഗുഹയുടെ പുറത്തോട്ടുള്ള ഒരു കവാടം പോലെ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചെറിയ വെളിച്ചം വരുമായിരുന്നു. അത് കാണാനുണ്ട്. ചെറിയ സ്ഥലത്ത് വെളിച്ചം കാണുമായിരുന്നു. പിന്നെ താഴത്തോടൊക്കെ ചെല്ലുമ്പോൾ വെളിച്ചം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിരിട്ടാണ്. എന്നിട്ട് കയറ് കൂട്ടി കെട്ടിയ ശേഷം പിന്നെ താഴത്തോട്ട് ഇറങ്ങി. എപ്പോഴാണ് സുഭാഷിന്റെ വിളി കേട്ടത്? വിളി എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവനെ കാണാൻ പറ്റണമെന്നില്ല. ഏകദേശം തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഇവനെ കാണുന്നത് ഞാൻ. കാരണം ആ കുഴിയുടെ എല്ലാം അങ്ങനെയാണ്, നേരെ കാണാൻ പറ്റൂല. ഒരുപാട് വളഞ്ഞു പോയി, അങ്ങനെ ഒരുപാട് ഷേപ്പാണ് ഈ കുഴി. ഏകദേശം തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഇവനെ കാണുന്നത്. പിന്നെ കണ്ട കഴിഞ്ഞപ്പോഴും ശരിക്കും ഇവന്റെ ജീവൻ മാത്രമല്ല എന്റെ ജീവനെ കൂടി തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. എന്താ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് എനിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്താണ് സുഭാഷിന്റെ അവസ്ഥ? അപ്പൊ ഇറങ്ങിയപ്പോ ഒരു ബനിയാൻ ഉണ്ടായിരുന്നു, പിന്നെ ഷർട്ട് ഉണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഇല്ല, ഊർന്നു പോയി പറഞ്ഞു പോയി. പിന്നെ ജീൻസ് ആണെങ്കിൽ പകുതിയല്ല, അവിടെ ഇവിടെ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ജീൻസിൽ. ബാക്കി ഒന്നുമില്ല. പിന്നെ ആ ജീൻസിൽ ഒരു കല്ല് കുത്തിക്കേറി ആ ഒരു പിടുത്തത്തിൽ മാത്രം നിൽക്കുകയാണ് നോക്കിയപ്പോ. അപ്പൊ സിജുവിനെ കണ്ടു സുഭാഷ്. ഇറങ്ങി വരുന്ന കാണുന്നു.
അപ്പൊ സുഭാഷ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നതിന്റെ സൂചനയാണല്ലോ അത്. എന്താ സുഭാഷ് ആലോചിച്ചത്, ചിന്തിച്ചെന്തായിരുന്നു അപ്പൊ? രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആദ്യം ചോദിച്ചത്. ആ, രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചോ? എന്താ ചോദിച്ചോ എക്സാക്ട്ലി? നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചല്ലേ. താങ്കൾക്ക് ചലിക്കാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു അപ്പോ? ശരീരം മൊത്തം പൊട്ടി ചോരയൊക്കെ ആയിരുന്നു. അപ്പൊ കുട്ടൻ വന്നിട്ട് എന്നാ കയറുകൊണ്ട് കെട്ടണമല്ലോ. കയറുകൊണ്ട് കെട്ടാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നുണ്ടായില്ല. ശരീരം മൊത്തം മുറിവല്ലേ, ആ കെട്ടുമ്പോ വേദന എടുത്തോണ്ടിരിക്കണേന്ന്. എവിടെ കെട്ടു എന്നുള്ള പ്രശ്നമല്ലേ? കുട്ടൻ ഒരു എവിടെ കെട്ടി? ഇവിടെ കെട്ടിയോ? ഇല്ല, ഇവിടെയാണ് കെട്ടിയത്. ഇവിടെ കെട്ടിയോ? ഒരു 10 കെട്ടോളം കെട്ടി. ഒരിക്കലും പോവരുതല്ലോ, അഴിഞ്ഞു പോരെന്നുള്ള ഇതിലേക്ക് ഏതാണ്ട് ഒരു കെട്ടൊക്കെ കെട്ടി. പിന്നെ ചില ഇത് വലി കിട്ടാത്ത സംഭവമുള്ള സ്ട്രൈറ്റ് ആയിട്ട് വലിക്കാൻ പറ്റില്ല. ചെറിയ എന്തോ ഒരു ശക്തി വന്നു. കുറച്ച് സ്ഥലത്തൊക്കെ കുട്ടൻ തന്നെ എന്നെ താങ്ങി. ഈ കെട്ടി കഴിഞ്ഞപ്പോഴേ അവിടുന്ന് അവരെന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു? മേളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. എക്കോ, നല്ല എക്കോ ആണ് ഈ കുഴിയിലോട്ട്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. നല്ല എക്കോ ആണ്. ഇത് സൗണ്ട് വേറെ പോവാത്തോണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഒരു കൂട്ടുകാരനെ അവിടെ പിടിച്ച് അരികെ കൂടെ നിർത്തിയായിരുന്നു. ഞാൻ എനിക്ക് തമിഴ് അത്ര അറിയാൻ പാടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ സുധീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ കുട്ടിയുടെ അടുത്ത് കൂടെ നിർത്തി. അപ്പൊ ഞങ്ങൾ തമ്മിലായിരുന്നു പറയണത്. ഞാൻ അവനെ വിളിച്ചു പറയും, അവൻ എന്റെ അടുത്ത് വിളിച്ചു പറയും. അവര് പറയണതനുസരിച്ച് അവർ എന്റെ അടുത്ത് വിളിച്ചു പറയും. അങ്ങനെയായിരുന്നു. വന്നിട്ടില്ലയോ? തമിഴ് സ്പെഷ്യലിസ്റ്റ് ആണ്. അത്യാവശ്യം അറിയാം, പറയാൻ പറ്റും.